അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിൻ്റെ ഹൂറി മൂന്നാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നും രണ്ടും ഭാഗം കാണാത്തവർക്കായി ചെറിയൊരു വിശദീകരണം. ലുബി, അതെ, അവൾക്ക് ഉസ്താദുമാരെ ഇഷ്ടമല്ലായിരുന്നു. ആങ്ങളയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അവൾ ഉസ്താദിനെ കല്യാണം കഴിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കടന്നത്. കാരണം ഈ ലോകവും പരലോകവും വിജയിക്കും, അതാണ് ഉസ്താദുമാരെ കല്യാണം കഴിച്ചാലുള്ള കാര്യം എന്ന് അവളുടെ ആങ്ങള പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മുടെ ലുബി സമ്മതിക്കുന്നു. അങ്ങനെ ലുബിയുടെ നിക്കാഹ് ദിവസമായിരുന്നു. മഹ്റണിക്കാൻ ലത്തീഫ് ഉസ്താദ് അതാ അരികിലെത്തി. അന്ന് നിക്കാഹ് കഴിഞ്ഞ് അവർ രണ്ടുപേരും ലുഹർ ഇമാം മാമുവുമായി നിസ്കരിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് അതാ അവൾ പോവുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. നമുക്ക് ഭാഗം തുടരാം. ഉമ്മാൻ്റെ മാറോട് ചേർന്ന് നിന്ന് കരയുന്ന അവളെ കാണെ അൻസിൽ എന്ന ആങ്ങളുടെ മുഖം മങ്ങി. അതെ, തൻ്റെ പ്രിയപ്പെട്ട ലുബി പോവുകയാണ് മറ്റൊരു വീട്ടിലേക്ക്. ഉമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ കരയുന്നുണ്ട്. അൻസിലിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തൊക്കെ തന്നെയാലും എൻ്റെ പെങ്ങളില്ലാത്ത ജീവിതം, ഓളില്ലാത്ത വീട് ആലേക്കും കൂടി കഴിയണില്ല. എന്നാലും ഓളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു ഉസ്താദ് എന്തെങ്കിലും കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. ആദ്യമൊന്നും ഇഷ്ടമില്ലെങ്കിലും പിന്നെ അതങ്ങ് ഇഷ്ടപ്പെടുകയായിരുന്നു. പക്ഷേ സർപ്രൈസ് ആയിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ ലത്തീഫിനെ അവൾക്ക് നൽകിയത്. അവൾക്ക് കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു ലത്തീഫിനോട്. എന്നാൽ അവളുടെ ആഗ്രഹം പോലെ തന്നെ ലത്തീഫ് ഉസ്താദ് അവളെ നിക്കാഹ് കഴിച്ചിരിക്കുകയാണ്. തൻ്റെ അനിയത്തി മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണെന്നുള്ളത് അവനെ തളർത്തുന്നത് അവനറിഞ്ഞു. ഇത്രയും കാലം ഒരു കാര്യത്തിനും തന്നോട് ഇന്നേ വരെ അവൾ വാശി പിടിച്ചിട്ടില്ല. ഒരു പരിധിക്കപ്പുറം തന്നെ വെറുപ്പിക്കാനും അവൾ വന്നിട്ടില്ല. ഓരോ ഓർമ്മകളും അവനിലേക്ക് തികട്ടി വന്നു. അതിന് തെളിവെന്നോണം കണ്ണുകളിൽ നനവ് പടർന്നു. അതെ, അവൻ കരയുകയായിരുന്നു. ആരും കാണാതെ സമ്മർദ്ദമായി അവനത് തുടച്ചു നീക്കി. കുഞ്ഞു പുഞ്ചിരി ചെടികൾ പലർത്തി അവൻ ഉമ്മാൻ്റെ അടുത്തേക്ക് നടന്നു. അതെ, വെറുതെ ഒന്ന് ചിരിച്ചുകൊണ്ട്. അയ്യേ, എൻ്റെ ലുബിക്കുട്ടിക്കറിയാണോ? വാത്സല്യപൂർവ്വം അവളുടെ നെറുകയിൽ അവൻ തലോടിക്കൊണ്ടിരുന്നു. അതെ, തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ കരയുകയാണ്. കണ്ണുകൾ ഉയർത്തി അവൾ അവനെ നോക്കി. എന്തടി, എന്താ ഈ കരയണത്? ഇവിടെ തൊട്ടടുത്തേക്കല്ലേ പെണ്ണെ ഈ പോകുന്നത്? അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. മതിട്ടോ കുട്ടികളെ പോലെ മൂന്നത്, കുറച്ച് കൂടുതലാവുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ കെട്ടുകയും ചെയ്തു, ഇപ്പം നീ കരയാണോ? ഇത്തിരി ഗൗരവത്തോടെ അവൻ പറഞ്ഞതും ഉമ്മാൻ്റെ മാറിൽ നിന്നവൾ അടർന്നു മാറി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കാക്ക, എന്താ പെണ്ണേ ഇത്? ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവനും അവളെ ചേർത്ത് പിടിച്ചു. അയ്യേ, എന്താ നീ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? അതെ, നമ്മുടെ ലത്തീഫ് ഉസ്താദാണ്ടോ നിൻ്റെ ഭർത്താവ്. നീ എന്തിനാ ടെൻഷനാവുന്നത്? കാക്കുവിൻ്റെ കുട്ടി, ഈ കരച്ചിലും നിർത്ത്, അവൾ അടർത്തി മാറ്റിക്കൊണ്ടവൻ പറഞ്ഞു. അവൾ നിലത്തേക്ക് മിഴികൾ പതിപ്പിച്ചു. അൻസിൽ കൈ ഉയർത്തി ലത്തീഫിനെ അടുത്തേക്ക് മാടി വിളിച്ചു. ഉസ്താദേ, വരി. പുഞ്ചിരിയോടെ ലത്തീഫ് ഉസ്താദ് അങ്ങോട്ടേക്ക് ചെന്നു. എൻ്റെ പെങ്ങളെ നോക്കണം കേട്ടോ. ലുബിൻ്റെ കരങ്ങൾ ലത്തീഫിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണീരോടെ ആങ്ങൾ പറയാണ്. മരിക്കോളം തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുമെന്ന് അവൻ പറയാതെ തന്നെ പറഞ്ഞു. അതെ, മരിക്കോളുണ്ടാവും ഓളിൻ്റെ നെഞ്ചിൽ. ലുബിൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ലത്തീഫ് കാറിൻ്റെ അരികിലേക്ക് നടന്നു. അവർക്ക് പിന്നാലെ ആസ്യമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അൻസിലും. അതെ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ പോവാണ് മോനെ. അതെ, ഉമ്മ വല്ലാതെ വിതുമ്പുന്നുണ്ട്. കൂട്ടത്തിൽ ആങ്ങളെയും. ലുബിക്ക് കയറുവാൻ വേണ്ടി കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ ലത്തീഫ് തുറന്നു കൊടുത്തു. ലുബി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കാഴ്ച മതിയായിരുന്നു അൻസിലിൻ്റെയും ആശുമ്മയുടെയും നെഞ്ചിലെ ചൂട് തണുക്കാൻ. ഉമ്മ നല്ല ഉസ്താദാണ് ഉമ്മ, ഒരിക്കലും അവളെ കഷ്ടപ്പെടുത്തൂല. അവൾ കയറിയതിന് ശേഷം ലത്തീഫ് അൻസിലിനോടും ഉമ്മയോടും സലാം പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റ് ലക്ഷ്യം വെച്ച് നടന്നു. കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി ലുബി എല്ലാവർക്കും കൈവീശി കാണിച്ചു. ഒപ്പം ഉമ്മാക്കും കാക്കൂനും. അതെ, ഉപ്പ ഇല്ലല്ലോ, ഉപ്പ ഖബറിലാണ്. ഒരു നിമിഷം അവൾ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന തൻ്റെ പിതാവിനെ കണ്ണിൽ കണ്ടു. കണ്ണീരോടെ എല്ലാവർക്കുമായി കൈകൊണ്ട് ഒരു ഫ്ലൈയിങ് കിസ്സും കൊടുത്തു. അങ്ങനെ അതാ ആ കാറ് പതുക്കെ പതുക്കെ നീങ്ങുന്നു.
കാർ അവരെയും വഹിച്ചുകൊണ്ട് നീങ്ങി. കാർ കണ്ണിൽ നിന്നും മറയുന്നവരെ അൻസിലും ഉമ്മയും അവിടെ തന്നെ നിന്നു. അവിടെ എത്തുന്നവരെ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അത്യാവശ്യം വലിയ ഒരു ഇരുനില വീടിൻ്റെ മുന്നിലാണ് വണ്ടി നിർത്തിയത്. താൻ ഇവിടെ ഹിബൻ്റെ കൂടെ വന്നിട്ടുള്ള കാര്യം അവൾ ഓർത്തു. അതെ, ഈ വീട്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരി ഹിബൻ്റെ കൂടെ. പഠിച്ചോനെ, ഇറങ്ങുമോളെ. രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി. അതെ, വീടിൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ അവർ കാത്തിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവൾക്ക് നാണം കൊണ്ട് തല ഉയർത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ചെറുതായി അവളൊന്ന് പുഞ്ചിരിച്ചു. ഇക്കയുടെ കരങ്ങൾ പിടിച്ച് ആ വലിയ വീട്ടിലേക്ക് അവൾ പ്രവേശിച്ചു. ഉമ്മ അവളെ കൈപിടിച്ച് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറ്റി. അവളെ പരിചയപ്പെടുന്ന തിരക്കിലാണ് എല്ലാവരോടും അവൾ സൗമ്യമായി സംസാരിച്ചു. ലുബി, വാ, ഈ ഡ്രസ്സ് മാറ്റ്. ഹിബ അവളെയും വലിച്ചുകൊണ്ട് അതാ കോണിപ്പടി കയറി. അതെ, ഞാൻ ഉണ്ടായതുകൊണ്ട് നിനക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരാളായില്ലേ. എന്നാലും എൻ്റെ ഹിബ, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സർപ്രൈസാക്കി പറ്റിച്ചത്? അതെന്താടി? ഇതാ ഈ ഷെൽഫിൽ നിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വലിയ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ ഷെൽഫ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ലുബി റൂം നിരീക്ഷിക്കുന്ന തിരക്കിലാണ്. അവൾ ആ റൂമിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് ഒന്ന് നോക്കി. എങ്ങനെയുണ്ട് കാക്കുവിൻ്റെ റൂം? നല്ല ഭംഗിയുണ്ട്. എന്നാൽ ശരി, നീ ഡ്രസ്സ് മാറ്റിക്കോട്ടോ. പിന്നെ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരും. അതെന്തിനാ? രാത്രി ഇവിടെ മജ്ലിസിനൂറുണ്ട്. കാക്കുവിൻ്റെ പണിയാ. ഒരു നടുവീർപ്പോടെ ഹിബ പറഞ്ഞു. ഹിബ, ഈ ഡ്രസ്സ് ഒന്ന് അഴിക്കാൻ സഹായിക്കോ? അതിനെന്താ? ഹിബ ഷാളും ആഭരണങ്ങളും അഴിച്ചു കൊടുത്തതിന് ശേഷം പുറത്തേക്ക് പോയി. ലുബി ഡോറടച്ചു. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ഡോറിൽ ആരോ മുട്ടാൻ ഒരുങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഷാൾ നേരിയാക്കി അവൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും എന്തെന്നില്ലാത്ത അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവളുടെ കണ്ണുകൾ വീണ്ടും വെള്ളാരം കണ്ണുകളിൽ തങ്ങി നിന്നു. അതെ, ലത്തീഫ് ഉസ്താദിൻ്റെ മനോഹരമായ ആ വെള്ളാരം കണ്ണുകൾ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഹലോ, ഇതെവിടെയാ? കൈകൾ വീശിക്കൊണ്ട് അവൻ ചോദിച്ചതും ഒന്ന് വിളറിപ്പോയി അവൾ. റൂമിൽ നിന്നും ഡ്രസ്സ് എടുത്ത് തിരികെ പോകുന്നവനെ സംശയത്തോടെ അവൾ നോക്കി. എൻ്റെ ബീവ് ഡ്രസ്സ് മാറ്റിക്കോട്ടോ, ഞാൻ ഹിബൻ്റെ റൂമിൽ നിന്ന് മാറ്റിക്കോളാം. അവളുടെ ഉള്ളറിഞ്ഞ പോലെ ലത്തീഫ് പറഞ്ഞു. ലത്തീഫ് ഉസ്താദ് പോയതും അവൾ ഡ്രസ്സ് മാറി. ഭാഗ്യം, പഠിച്ചവനെ പേടിച്ചിരുന്നു. താഴേക്ക് ചെന്നു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തതും ആണുങ്ങളും എല്ലാവരും പള്ളിയിലേക്ക് പോയി. പെണ്ണുങ്ങൾ ഹാളിൽ ഒരുമിച്ച് കൂടി നിസ്കരിച്ചു. എല്ലാം കഴിഞ്ഞ് ഒരു 9 മണി ആയപ്പോഴേക്കും ആണുങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലെത്തി. മജ്‌ലിസ് നൂർ തുടങ്ങി. 10:30 ആയപ്പോഴേക്കും മജ്‌ലിസ് നൂർ കഴിഞ്ഞു. അവർ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. വന്നവരെല്ലാം മടങ്ങിപ്പോവാൻ തുടങ്ങി. അതെ, എല്ലാവരും പോയി. ലുബിയും ഹിബയും ഉമ്മയും ഉപ്പയും ലത്തീഫ് ഉസ്താദും മാത്രമായി വീട്ടിൽ. മോള് പോയി കിടന്നോ? നല്ല ക്ഷീണമുള്ളതല്ലേ? ആമിനുമ്മ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളും ഹിബയും കോണിപ്പടികൾ കയറി മുകളിലേക്ക് നടന്നു. ഹിബ ലുബിയെ റൂമിലാക്കി അവളുടെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. അതെ, പിന്നെ ഇനി ഇവിടെ നിന്നട്ടോ, നീ പുറത്താടണ്ട. ഒരു ചെറു പേടിയോടെ ലുബി മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ബെഡിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന ലത്തീഫ് ഉസ്താദിനെ കണ്ടതും അവളുടെ നെഞ്ചിടിപ്പ് കൂടി. പഠിച്ചോനെ, അവൾ വാതിലിൻ്റെ മൂലക്കിലേക്ക് പോയി ഒളിച്ചു നിന്നു. എന്താ ആ വാതിൽ കുറ്റിയിട്ടേക്കൂ? ഉസ്താദിൻ്റെ ആ വാക്കുകൾ അവൾ അതിന് മടിച്ചു. പെട്ടെന്ന് ഉസ്താദ് അത് വാതിൽ കുറ്റിയിട്ടു. വാതിലിൽ ഒളിച്ചിരിക്കുന്ന അവളെ കണ്ട് ലത്തീഫ് ഉസ്താദിൽ ഒരു ചിരി വിടർന്നു. എൻ്റെ ബീവി, എന്താ ഇവിടെ? എന്താ അവിടെ കളഞ്ഞിട്ടുള്ളത്? അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അവിടെ എന്തേ പോയോ? പിന്നെ ഞാൻ നിന്നെ കടിച്ചു തിന്നൊന്നുമില്ല. ചിരിച്ചുകൊണ്ട് ലത്തീഫ് ഉസ്താദ് പറഞ്ഞു നിർത്തി. അവൾ അവൻ്റെ അരികിലേക്ക് പോകുവാൻ മടിച്ചു. ഇവിടെ വാ പെണ്ണേ. അവൾ മടിച്ചു നിന്നു. ലത്തീഫ് ഉസ്താദ് അടുത്തേക്ക് വരുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ബെഡിലേക്ക് കൊണ്ടുവന്നിരുത്തി. ഇവിടെ ഇരിക്കേ. ബെഡിൽ ചാരി നിൽക്കുന്നവളോട് അവൻ പറഞ്ഞു. ഇഷ നമസ്കരിച്ചോ? നമസ്കരിച്ചു
ഉളുഹുണ്ടോ? ആ ഉണ്ട്. എന്നാ വാ, നമുക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാം. അവൾ സമ്മതമെന്നോണം തലയാട്ടി. അവർ ഇരുവരും നമസ്കരിച്ചു. ദുആക്ക് ശേഷം അവർ കിടക്കാനൊരുങ്ങി. എന്തെന്നില്ലാതെ ലുബിയിൽ എന്തൊക്കെയോ ഒരു സന്തോഷം നിറയുകയാണ്. ഇതെല്ലാം ഒരു കുസൃതി ചിരിയോടെ ലത്തീഫ് ഉസ്താദ് നോക്കിക്കാണുന്നു. വാ കിടക്കുവേണേ. അവനത് പറഞ്ഞല്ലോ. അവൾ ചുമരിൻ്റെ ഒരു ഭാഗത്തേക്ക് ഓരം ചേർന്ന് കിടന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടിയുണർന്ന ലുബി കാണുന്നത് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ലത്തീഫിനെയാണ്. അവളിൽ പുഞ്ചിരി വിടർന്നു. പതിയെ അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവളുടെ ആദ്യ ചുംബനം. പൊടുന്നനെ എണീറ്റവൾ സമയം നോക്കി. റബ്ബേ, 4 മണി. അവൾ വേഗം ഫ്രഷാവാൻ പോയി. തിരികെ വന്ന ലത്തീഫ് ഉസ്താദിനെ വിളിച്ചു. ഇക്ക. ആ എന്താടേ? ഒന്ന് നിറങ്ങിക്കൊണ്ടവൻ തിരിഞ്ഞു കിടന്നു. അല്ല, ഇതെന്തെങ്ങനെ കിടക്കുന്നേ? അവൾ വീണ്ടും വീണ്ടും വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. ഇക്ക, 4 മണി കഴിഞ്ഞുട്ടോ. തഹജ്ജുദ് നിസ്കരിക്കണ്ടേ? ലത്തീഫിൻ്റെ നോട്ടം താങ്ങാൻ വയ്യാതെ അവളെങ്ങനെയോ അവളങ്ങ് പറഞ്ഞൊപ്പിച്ചു. ചെറുചിരിയോടെ അവൻ എണീറ്റ് ഫ്രഷ് ആവാൻ പോയി. അൽഹംദുലില്ലാഹി ഫ്രഷായി വന്ന് അവർ ഒരുമിച്ച് നിസ്കരിച്ചു. ദുആ ചെയ്ത ശേഷം ലത്തീഫ് എഴുന്നേറ്റ് പോയി. സംശയത്തോടെ ലുബി അവനെ നോക്കി. ഷെൽഫിൽ നിന്നും ഖുർആൻ എടുത്ത് അവൻ അവളുടെ അരികിൽ വന്നിരുന്നു. ആദ്യം അവളൊന്നും പകച്ചെങ്കിലും അവളൊന്ന് പുഞ്ചിരിച്ചു. രണ്ടുപേരും ഒരുമിച്ച് ഖുർആൻ പാരായണം ചെയ്തു. സുബഹിൻ്റെ സമയമാവാൻ ആയതും ലത്തീഫ് ഖുർആൻ മടക്കി വെച്ചു. സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴികെ ബാക്കിയെല്ലാ നിസ്കാരങ്ങളും എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ നമസ്കരിക്കാറ് കേട്ടോ. പിന്നെ ലത്തീഫ് ഖുർആൻ ഷെൽഫിൽ വെക്കുന്നതിനിടെ പറഞ്ഞു. ലുബി നിസ്കാരക്കുപ്പായം അഴിച്ച് മുസല്ലയിൽ മടക്കി വെച്ച് എണീറ്റു. ലത്തീഫ് ഉസ്താദ് പള്ളിയിലേക്ക് പോകാൻ വേണ്ടി റൂമിൽ നിന്നും ഇറങ്ങാൻ നിന്നതും പൊടുന്നനെ ലുബി അവൻ്റെ കയ്യിൽ പിടിച്ചു. തല തിരിച്ചവൻ പിന്നിലേക്ക് നോക്കി. എന്താടി എന്ന് പറഞ്ഞ് മുഴുവപ്പിക്കും മുമ്പേ അവൾ ഒന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അതാ അവളുടെ അതിരങ്ങൾ ഉസ്താദിൻ്റെ നെറ്റിയോട് ചേർത്ത് വെച്ചു. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു. അത് പിന്നെ ഭർത്താവ് പുറത്തേക്ക് പോകുമ്പോൾ സ്നേഹചുംബനം നൽകണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഉസ്താദിൻ്റെ ആ നോട്ടം കണ്ടിട്ട് അവൾക്ക് ശരിക്കും എന്തെന്നറിയില്ല തൻ്റെ ഭർത്താവിനോട് സ്നേഹം കൂടുതൽ തോന്നി. അവൻ്റെ ആ ചുണ്ടുകളിൽ ആരെയും മയക്കുന്ന ആ ഒരു പുഞ്ചിരി വിടർന്നു. അപ്പോൾ ഒക്കെ അറിയാമല്ലേ? പിന്നെന്താ, കുറച്ചൊക്കെ പഠിച്ചതല്ലേ? ഒട്ടും താമസിക്കാതെ അവൻ്റെ ആ ചുംബനം അവളുടെ നെറ്റിയിലും വീണുടഞ്ഞു. ഇത് എന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ ഉണർത്തിയ എൻ്റെ മൊഞ്ചത്തി ബീവിക്കുട്ടിക്കുള്ളൊരു കുഞ്ഞു സമ്മാനം കേട്ടോ. അവളുടെ താടിയിൽ പിടിച്ച് കവളിനുള്ളിക്കൊണ്ടാണ് ഉസ്താദ് അത് പറഞ്ഞത്. അങ്ങനെ അതാ ഉസ്താദ് പള്ളിയിലേക്ക് പുറപ്പെടുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാ.